ഇന്നത്തെ പകൽക്കാലമുള്ള ദൈവവചന ധ്യാനത്തിനായിട്ട് ഹോശേയയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 5 വേഴ്സ് 15. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. പ്രതികൂലം നിറഞ്ഞ ഈ ലോകത്തിൽ അരക്ഷിതാവസ്ഥ ഞങ്ങൾക്ക് ചുറ്റും നിലനിൽക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് തന്നിരിക്കുന്ന സ്വസ്ഥതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ തന്നിരിക്കുന്ന സമാധാനത്തിനായിട്ട് സ്തോത്രം. അപ്പം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, നാളത്തെ ഭയമില്ലാതെ നോക്കുവാൻ കാണുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഈ ദൈവവചനത്തിൽ അങ്ങ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാണല്ലോ. അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണല്ലോ കർത്താവേ. ഇന്നത്തെ പകൽക്കാലം വീണ്ടും അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കണമേ കർത്താവേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ അന്ത്യകാലത്ത് അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പോടെ നിൽപ്പാൻ, വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണം, അനുഗ്രഹിക്കണം. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണ്. ഞാൻ ഈ വാക്യം ഒന്നുകൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. Then I will go and return to my place till they acknowledge their offense and seek my face. In their misery they will earnestly seek me. ഹോശേയ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ആ പ്രവാചകൻ ജീവിച്ചിരുന്നത്. കാരണം ദൈവസന്നിധിയിൽ നിന്ന് തങ്ങളുടെ അധർമ്മങ്ങളിലും ദുർമാർഗങ്ങളിലും വീണുപോയ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് ഒത്തിരി ഒത്തിരി അകന്നുപോയി. ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനമായി അവർ മാറി. അതിൻ്റെ മധ്യത്തിൽ കർത്താവിങ്കലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമേറിയ പ്രവാചക ചുമതല ഏറ്റിരുന്ന ദൈവദാസനായിരുന്നു ഹോശേയ. നാം ഈ വായിക്കുന്ന വാക്യമെന്ന് പറയുന്നത്, അത്യുന്നതനായ യഹോവയായ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഐ എം ഗോയിങ് ടു വിഡ്രോ മൈസെൽഫ് ബാക്ക്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് ഒരു ചെറിയ സമയത്തേക്ക്. ഏതുവരെ? നിങ്ങൾ നിങ്ങളുടെ കുറ്റമേറ്റു പറഞ്ഞ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, നിങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിക്കുന്ന സമയം വരെ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോയിരിക്കും എൻ്റെ സ്ഥലത്ത്. ഇൻ യുവർ മിസറി യു വിൽ ഏർണസ്റ്റ്ലി സീക്ക് മീ. നിങ്ങളുടെ കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവവചനത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ മാത്രമല്ല, മറ്റ് ബുക്കുകളിലേക്ക്, മറ്റ് പുസ്തകങ്ങളിലേക്ക്, പ്രവാചക പുസ്തകങ്ങളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പല സന്ദർഭങ്ങളിലും ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, പിന്നെയോ തൻ്റെ ആബ്സെൻസ്, തൻ്റെ അസാന്നിധ്യം അവർ മനസ്സിലാക്കേണ്ടതിന്, താൻ അവരോട് കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ദൈവകൃപ, താൻ അവരോട് കൂടെ ഇരുന്നപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന സംരക്ഷണം, അവർക്ക് ലഭിച്ചിരുന്ന നടത്തിപ്പ്, ആലോചനകൾ ദൈവസാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവർ മനസ്സിലാക്കേണ്ടതിന് ദൈവം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരുടെ മധ്യത്തിൽ നിന്ന് മാറി നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, അത് ദൈവമക്കളായിക്കൊള്ളട്ടെ അല്ലാത്തവരായിക്കൊള്ളട്ടെ, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ
താൻ നീതിമാനായ ദൈവമായതുകൊണ്ട്, പരിശുദ്ധനായ ദൈവമായതുകൊണ്ട്, പാപത്തെ കാണുവാൻ തക്കവണ്ണം എനിക്ക് കഴിയാത്തത് കൊണ്ട്, മനുഷ്യന്റെ പാപം വർദ്ധിച്ചു വരുമ്പോൾ അവരുടെ മധ്യത്തിൽ നിന്ന് ദൈവം മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ അതിന് 34-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോശയോട് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവർ ദേശത്തെ ഒറ്റുനോക്കിയ 40 ദിവസത്തിന് ഒത്തവണ്ണം ഓരോ ദിവസത്തിന് ഓരോ സംവത്സരം വീതം അവരുടെ അകൃത്യം വഹിച്ച് എൻ്റെ അകൽച്ചയാറി. അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they will bear their iniquities and shall know the breach of my promise. ഞാൻ അവരോട് വാഗ്ദത്തം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉടമ്പടിയിൽ നിന്ന് ഒരാൾ പിന്മാറുന്നത്, അല്ലെങ്കിൽ ഉടമ്പടി ലംഘിക്കുന്നതിന് പറയുന്നതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമലംഘനം എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ കർത്താവ് അവരോട് പറയുകയാണ്, യു വിൽ ബെയർ യുവർ ഇനിക്വിറ്റീസ് ആൻഡ് ഷാൽ നോ ദ ബ്രീച്ച് ഓഫ് മൈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളെ ഞാൻ തന്നെ ലംഘിക്കുന്നത് നിങ്ങൾ കാണും, നിങ്ങളുടെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട്. ആരോടാ പറഞ്ഞത്? ഇസ്രായേല് ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട്. ദൈവം നമുക്കറിയാം, യോശുവ ഉറ്റുനോക്കുവാൻ തക്കവണ്ണം ജനത്തെ അയക്കുന്ന സമയത്ത് മോശ ജനത്തെ അയക്കുന്ന സമയത്ത് 12 മൂപ്പന്മാരെ അയക്കുന്നുണ്ട്. അവർ പോയി കനാൻ ദേശം ഉറ്റുനോക്കിയിട്ട് മടങ്ങി വന്നിട്ട് they gave a wrong report. 10 people gave one report and 2 people gave another report. 10 പേര് പറഞ്ഞു നമുക്കവിടെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ദൈവജനത്തിന്റെ മധ്യത്തിൽ, ദൈവസഭയുടെ മധ്യത്തിൽ വളരെ ഭിന്നതകൾ ഉണ്ടാക്കി, വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്നാൽ 2 പേര് മാത്രം ദൈവസനത്തിൽ അനുകൂലമായ മറുപടി പറഞ്ഞു, അനുകൂലമായ ഒരു റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ദൈവസഭയുടെ മധ്യത്തിൽ ദൈവജനം ദൈവത്തോട് മത്സരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയത് മൂലം, അവരുടെ അവിശ്വാസം മൂലം ദൈവം പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ അകൽച്ചയറിയും. ഹല്ലേലൂയ. അത് മാത്രമല്ല സഹോദരങ്ങളെ, പാപം വർദ്ധിക്കുന്നിടത്ത് ദൈവം മാറി നിൽക്കുന്നതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ, ലോകത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ അകൽച്ച അവിടെ അറിയുന്നത് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? നമുക്കറിയാൻ പറ്റും. അവിടെ കാണുന്നത് പിതാവാം ദൈവം പുത്രനെ കൈവിടുന്നതായിട്ട് കണ്ടു. എന്തുകൊണ്ട്? ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ഒരു പാപിയുടെ സ്ഥാനത്ത് കർത്താവ് കിടക്കുന്നത് കണ്ട് ലോകത്തിന്റെ പാപം അവന്റെ മേൽ കണ്ട പാപത്തെ കാണാതെ വണ്ണം താൻ മുഖം മറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊരു പ്രിൻസിപ്പിളാണ്, ദൈവത്തിൻ്റെതായ ഒരു നിയമമാണ്. പാപം വർദ്ധിക്കുന്നിടത്ത്, അകൃത്യം വർദ്ധിക്കുന്നിടത്ത്, മത്സരം വർദ്ധിക്കുന്നിടത്ത്, ജനം ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്നിടത്ത്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നിടത്ത് ദൈവം മാറി നിൽക്കും. ഇന്ന് ലോകത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കും, വേർ ഈസ് ഗോഡ്? ഈ ലോകത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എവിടെ? നമുക്കറിയാം, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധശ്രുതികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഏത് സമയത്ത് എവിടെയും സംഭവിക്കാം. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തെ അറിയാത്ത ഒരു ജനവും, ഒരുപക്ഷെ ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ ചിലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം എവിടെ? ദൈവത്തിന് എല്ലായിടത്തും വരാൻ പറ്റില്ല, ദൈവത്തിന് എല്ലായിടത്തും വരാൻ പറ്റത്തില്ല. അതാണ് ഇന്നത്തെ രാത്രി നമ്മൾ ചില പ്രിൻസിപ്പിൾസ് കേൾക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം ഒരുപക്ഷെ ചിന്തിക്കും, ദൈവം എവിടെ? എൻ്റെ കണ്ണുനീര് കാണാതെ ദൈവം എവിടെ പോകുന്നു? എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വരുന്നില്ലല്ലോ. ദൈവ ശബ്ദം ഞാൻ ഈ നാളുകളിൽ കേൾക്കുന്നില്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ മൗനതയ്ക്ക് കാരണം എന്താണ്? ദൈവം എന്തുകൊണ്ട് എന്നോട് അകന്നിരിക്കുന്നു? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഈ വചനത്തിൽ നമ്മൾ ഇന്നത്തെ പകൽക്കാലം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ വസിക്കണമെങ്കിൽ, ദൈവം നമ്മളോടുകൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കുവാനൊന്ന് കഴിയണമെങ്കിൽ there is a principle. ആ പ്രിൻസിപ്പിളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, ദൈവം നമ്മളോടുകൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് കഴിയണമെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭയുടെ മധ്യത്തിൽ, നമ്മുടെ ദേശത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കരുണ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയിരിക്കണം.
ഹല്ലേലൂയ. നമുക്കറിയാം ഹോശയ്യ ഇത് പ്രവചിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനമെന്ന് പറഞ്ഞത് അവരൊരു റിലീജിയസ് കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു. അവർ മറ്റുള്ളവരോട് പറയുന്നത് ഞങ്ങൾ യഹോവയുടെ ജനമെന്ന് തന്നെയാണ് പറയുന്നത്. അവർ യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു, അവർ ദൈവത്തെ ആരാധിക്കുമായിരുന്നു, ദൈവത്തിന് വേണ്ടി വേർപെട്ട ജനമായിരുന്നു. എന്നാൽ പ്രശ്നം എന്താണെന്നറിയാമോ? അവരുടെ പാളയത്തിനകത്തേക്ക് നോക്കുമ്പോൾ, അവരുടെ ഭവനത്തിനകത്തേക്ക് നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തിനകത്തേക്ക് നോക്കുമ്പോൾ ദൈവം വസിക്കുവാൻ തക്കമുള്ള വിശുദ്ധി അവരുടെ ജീവിതത്തിലില്ല. അവരെല്ലാവരോടും ഇടകലർന്ന് ജീവിക്കുന്നവർ, എല്ലാ മാർഗങ്ങളിലൂടെയും നടക്കുന്നവർ, നല്ലതും ചീത്തയും എന്തെന്ന് തിരിച്ചറിയാതെ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ചുള്ള ഒരു ജീവിത രീതി. അവരുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിത രീതികൾ അവർ കണ്ടുപഠിച്ച് അവരോട് കൂടെ അവർ സംസർഗം ചെയ്തു. എന്തൊക്കെ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞോ അതൊക്കെ അവർ ചെയ്യുമായിരുന്നു. എന്തിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ദൈവം പറഞ്ഞോ അത് മാറി നിൽക്കാതെ വേണോ അതിനോട് അവർ ചേർന്ന് നിൽക്കുമായിരുന്നു. ഒത്തിരി ഒത്തിരി വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിലാണ് ദൈവം മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഐ വിൽ റിട്ടേൺ ടു മൈ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. He is not walking away. It doesn't mean that he is going forever. അവൻ എന്നത്തേക്കുമായിട്ട് മാറിപ്പോവുകയാന്നല്ല എൻ്റെ അർത്ഥം. ഒരു സമയത്തേക്ക് ഞാൻ മാറിപ്പോവുകയാണ്. കർത്താവ് പറയുന്നു എന്ന് വരെ ഞാൻ മാറിപ്പോകും. നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ, നിങ്ങൾ മടങ്ങി എൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് വരെ, ഞാനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ ക്രമീകരിക്കുന്നത് വരെ, നിങ്ങൾ ഏറ്റു പറഞ്ഞ്, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ ഞാൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. സോ ഹി ഈസ് വെയിറ്റിംഗ് ഫോർ us to come back. He is waiting for his people to come back. അവരുടെ ജനം മടങ്ങി വരും. അവന്റെ ജനം മടങ്ങി വരുന്നതിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. റിപ്പന്റൻസ് ഓഫ് ഹിസ് പീപ്പിൾ, സറണ്ടർ ഓഫ് ഹിസ് പീപ്പിൾ, റിട്ടേൺ ഓഫ് ഹിസ് പീപ്പിൾ ടു ഹിംസെൽഫ്. റിപ്പന്റൻസ്, മനസ്സാന്തരപ്പെടുക, സമർപ്പിക്കുക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. ഇതാ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ മെസ്സേജ് എന്ന് പറയുന്നത് ദൈവമക്കളെ ഹോശയ്യയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള മെസ്സേജ് അല്ല. ഈ വചനത്തിൽ ഇതൊരു ഭാഗമായി ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നെങ്കിൽ അത് ഇന്ന് നമുക്ക് വേണ്ടി കൂടെയുള്ള ഒരു മെസ്സേജാണ്. നമ്മൾ സ്വയം ഒന്ന് ശോധന ചെയ്ത് നോക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ ഈ ആബ്സെൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടോ? വൈ ഗോഡ് ഈസ് സ്റ്റാൻഡിങ് ഡിസ്റ്റന്റ്? എന്തുകൊണ്ട് ദൈവം മാറി നിൽക്കുന്നു? എന്തുകൊണ്ട് ദൈവം അടുത്തു വരുന്നില്ല? എൻ്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നില്ലേ? എൻ്റെ യാചനകൾക്ക് മറുപടി തരുന്നില്ലേ? Why I am isolated? Why I am empty? Why I am stuck? എന്തുകൊണ്ട് ഞാൻ എംപ്റ്റി ആയി പോകുന്നു, ശൂന്യനായി പോകുന്നു? എന്തുകൊണ്ട് ഞാൻ തടഞ്ഞു നിൽക്കുന്നു? മുന്നോട്ട് എനിക്ക് കാല് വയ്ക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് എനിക്കൊരു വളർച്ചയില്ല? എന്തുകൊണ്ട് എനിക്കൊരു ഉയർച്ചയില്ല? ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് എന്നിൽ സംഭവിക്കുന്നില്ല? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ മെസ്സേജ് നമുക്കും ബാധകമാണ്. 3-4 കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, when God steps back. Why God steps back? അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് പിന്മാറുന്നു? ദൈവം പിന്മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവിന്റെ സൈലൻസ് എന്ന് പറയുന്ന ഒരു ആബ്സെൻസ് അല്ല. ആബ്സെൻസ് മാത്രമല്ല, കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ അവിടുത്തെ അസാന്നിധ്യത്വം എന്ന് പറയുന്നത്, അവിടുന്ന് ഇല്ല എന്ന് പറയുന്നത് അവിടുത്തെ അസാന്നിധ്യത്തെ മാത്രമല്ല കാണിക്കുന്നത്, ആബ്സെൻസിനെ മാത്രമല്ല കാണിക്കുന്നത്. ഇറ്റ് ഈസ് വൺ വേ ഓഫ് ഡിസിപ്ലിനിങ് അസ്. ഒരു രീതിയിൽ നമ്മളെ അച്ചടക്കത്തിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിന്റെ ആബ്സെൻസ്. ദൈവമില്ല, ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്നുള്ള തോന്നല് നമ്മളിലേക്ക് വരുവാൻ തക്കോണം ഇടയാകുന്നത്. നമുക്കറിയാം, സങ്കീർത്തനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സങ്കീർത്തനത്തിന്റെ പല സങ്കീർത്തനങ്ങളിൽ ഈ അനുഭവം ദൈവത്തിന്റെ ദാസന്മാരായ സങ്കീർത്തനക്കാര് ദൈവസന്നിധി നിലവിളിച്ച് പറയുന്നുണ്ട്. 69-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അടിയന് തിരുമുഖം മറക്കരുതേ, ഞാൻ കഷ്ടതയിൽ ഇരിക്കിയാൽ എനിക്ക് വേഗത്തിൽ ഉത്തരമറിയണമേ. ഇവിടെ ഒരു സങ്കീർത്തനക്കാരൻ പാടുകയാണ്. ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ ഇരുന്നു കൊണ്ട്, ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ ഇരുന്നു കൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുകയാണ്, അടിയന് തിരുമുഖം മറക്കരുതേ, ഞാൻ കഷ്ടത്തിലിരിക്കിയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിയണമേ. ഹൈഡ് നോട്ട് യുവർ ഫേസ് ഫ്രം യുവർ സെർവന്റ്, ഫോർ ഐ ആം ഇൻ ഡിസ്ട്രസ്, മേക്ക് ഹേസ്റ്റ് ടു ആൻസർ മീ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നോക്കിയേ, ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ?
സമാനമായ ജീവിത അനുഭവങ്ങൾ, നമ്മൾ പോകുന്ന സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവഭക്തരായ മനുഷ്യർ, ദൈവത്തെ അറിഞ്ഞിരുന്ന മനുഷ്യർ, ദൈവത്തെ സ്നേഹിച്ചിരുന്ന മനുഷ്യർ വിവിധ സന്ദർഭങ്ങളിൽ കടന്നുപോയപ്പോൾ അവരെഴുതിയ സങ്കീർത്തനങ്ങളാണ് നാം ഈ പാടുമ്പോൾ. ഹല്ലേലൂയ. കർത്താവേ, ഇതെൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവമാണല്ലോ, ഈ സാഹചര്യങ്ങളിലൂടെയാണല്ലോ ഞാനും കടന്നു പോകുന്നത്. അവരെങ്ങനെ കർത്താവിൻ്റെ ശബ്ദം കേട്ടു, അവരെങ്ങനെ കർത്താവിനെ അപ്രോച്ച് ചെയ്തു, അവരെങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് അവരെഴുതിയിരിക്കുന്ന സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, അടിയന് തിരുമുഖം മറക്കരുതേ, ഞാൻ കഷ്ടത്തിൽ ഇരിക്കിയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരം അറിയണമേ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, സമാനമായ ജീവിത അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ? ഏതെങ്കിലും സമ്മർദ്ദങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? കർത്താവ് അവിടുത്തെ തിരുമുഖം മറയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നിലവിളി നമ്മുടെ ഹൃദയത്തിന്റെ നിലവിളിയാണ്. കർത്താവേ, അങ്ങയുടെ മുഖം എനിക്ക് മറക്കരുതേ, ഞാൻ ഈ കഷ്ടത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവിടുന്ന് എനിക്ക് വേഗത്തിൽ ഉത്തരം അറിയണമേ. 143 സങ്കീർത്തനം 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവേ, വേഗം എനിക്ക് ഉത്തരം അറിയണമേ, എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ അങ്ങയുടെ മുഖത്തെ എനിക്ക് മറക്കരുതേ. ഹല്ലേലൂയ. Answer me quickly, O my Lord, my spirit fails. Hide not your face from me, lest I'll be like those who go down into the pit. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖം മറച്ചു കഴിഞ്ഞാൽ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ നമ്മളായി പോകും. ഹല്ലേലൂയ. കുഴിയിൽ ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? there is no hope there. അവിടെ പ്രത്യാശയൊന്നുമില്ല. മുകളിലോട്ടേക്ക് പോകുന്നവന് മാത്രമേ, കുഴിയിൽ നിന്ന് ഒരാൾ കയറി വരുവാണെങ്കിൽ അവന് പ്രത്യാശയാണ്. നമുക്കറിയാം, ആരെങ്കിലും കിണറ്റിൽ വീണെന്ന് വെച്ചോ, ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ ആരെങ്കിലും വീണെന്ന് വെച്ചോ, താഴേക്ക് പോകുന്നവന് ഭയം മാത്രമേ ഉള്ളൂ, മരണഭയം മാത്രമേ ഉള്ളൂ, രക്ഷയൊന്നുമില്ല. എന്നാൽ അവനെ ആരെങ്കിലും രക്ഷിക്കാൻ ഒരു കയറിട്ട് കൊടുത്ത് അവൻ കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൽ നിന്ന് കുഴിയിൽ നിന്ന് കയറി വരികയാണെങ്കിൽ അവൻ മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല പ്രകാശമാണ്. അവന്റെ ഹൃദയത്തിലൊരു സ്വസ്ഥതയാണ്. എന്താണെന്നറിയാമോ? ഞാൻ ഈ കുഴിയിൽ നിന്ന് വെളിയിലേക്ക് വന്നല്ലോ. ഇവിടെ പറയുകയാണ്, കർത്താവിന്റെ മുഖം കർത്താവ് മറച്ചു കഴിഞ്ഞാൽ നാം കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആയി പോകും. ഇവിടെ എഴുതുകയാണ്, ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ അങ്ങയുടെ മുഖത്തെ എനിക്ക് മറക്കരുത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, why does it happen? എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ ഇങ്ങനെ നിലവിളിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നത്? എന്തുകൊണ്ടാണ് കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ച് കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ വരുന്നത്? എന്തുകൊണ്ട്? ദൈവം മാറി നിൽക്കുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. എബ്രായ ലേഖനം 13 5 വാക്യത്തിൽ പറയുന്നു, ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവിന്റെ വാഗ്ദത്തം ആ പഴയ നിയമത്തിൽ നിന്ന് എടുത്തവിടെ എഴുതിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇത് ഇസ്രായേലിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. അതേ ജനത്തോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ എൻ്റെ സ്ഥലത്ത് പോയിരിക്കുമെന്ന്. അതേ ജനത്തോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളെ വഹിച്ച് എൻ്റെ അകൽച്ച അറിയുമെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവജനത്തോട് കർത്താവ് ഇത് പറയുന്നു എങ്കിൽ എന്നേക്കുമായിട്ട് അവൻ അകന്നു പോവുകയില്ല. നമുക്കൊരു സമയം തരികയാണ്, മാനസാന്തരത്തിനൊരു സമയം, ഇരുന്ന് ചിന്തിക്കുവാനുള്ള ഒരു സമയം. ഞാൻ എവിടെയൊക്കെ വീണുപോയി, എവിടെയൊക്കെ ഞാൻ ലംഘനം വരുത്തി, എവിടെയൊക്കെ ദൈവത്തോട് ഞാൻ അകൃത്യം ചെയ്തു, അതൊക്കെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നുവെങ്കിൽ കർത്താവ് തൻ്റെ മുഖത്തെ നമുക്ക് പ്രകാശിപ്പിക്കും. ഈ ഉപവാസത്തിന്റെ നാളുകളിൽ ആ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. സിറ്റ് ബാക്ക്, നോട്ട് ടു റിലാക്സ്. Sit back, fast, and think about those areas where we have offended God. ദൈവത്തോട് മറുതലിച്ച, ദൈവത്തെ വേദനിപ്പിച്ച, ദൈവത്തോട് അകൃത്യം ചെയ്ത നമ്മുടെ ആ സമയങ്ങളിലേക്കൊന്ന് മടങ്ങിപ്പോകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്ത് വീണ്ടും മടങ്ങി വാ ദൈവസന്നിധിയിലേക്ക്. നമ്മൾ മടങ്ങി വരുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വസിക്കും. നമുക്കറിയാം, ദൈവമില്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൈവമില്ലാതെ ജയിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മളിൽ പലരും അത് ശ്രമിക്കുന്നവരാ. ദൈവം കൂടെ ഉണ്ടേലെന്താ, ഇല്ലേലെന്താ? നമ്മൾ പ്രത്യക്ഷമായിട്ടത് പറയുന്നില്ലെങ്കിലും, വിസിബിളി നമ്മളത് പറയുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് നമ്മൾ ശ്രമിക്കുന്നവരാ. നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ലോകപരിചയമുണ്ട്, എനിക്ക് നല്ല ഇൻഫ്ലുവൻസുകളുണ്ട്, എനിക്ക് പലതും എൻ്റെ കൈകൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും, എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് പലതും നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഇരുന്ന് ദൈവസ്ഥിതി നിരപ്പ് പ്രാപിക്കുവാനുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല.
നമ്മൾ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലതും നമുക്ക് നേടാൻ കഴിയുന്നുമുണ്ട് ഈ ലോകത്ത് നിന്ന്. പണം നേടാൻ കഴിയുന്നുണ്ട്, ഭവനങ്ങൾ നേടാൻ കഴിയുന്നുണ്ട്, വാഹനങ്ങൾ നേടാൻ കഴിയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്, നിലകളിൽ എത്താൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒന്നുണ്ട്, എന്തോന്നറിയാമോ? ദൈവത്തിന് തരുവാൻ കഴിയും, ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്നത് പണം കൊടുത്തോ അധികാരം കൊണ്ടോ നേടുവാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നറിയാമോ? സ്വസ്ഥതയില്ല. നമുക്ക് എത്ര പണം കൊടുത്താലും സ്വസ്ഥത കിട്ടത്തില്ല, സമാധാനം നമ്മുടെ ജീവിതത്തിലില്ല. എത്ര പണം കൊടുത്താലും സമാധാനം കിട്ടത്തില്ല, എത്ര അധികാരമുണ്ടെങ്കിലും സമാധാനം കിട്ടത്തില്ല, സന്തോഷം നമ്മുടെ ജീവിതത്തിലില്ല, പ്രത്യാശ നമ്മുടെ ജീവിതത്തിലില്ല, നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ ആകുലതയാണ്, ഭയമാണ്. ചുറ്റുപാടും പലത് സംഭവിക്കുമ്പോൾ നമ്മൾ വിറയ്ക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? ദൈവം നമ്മോട് കൂടെയില്ല. നിങ്ങൾക്കറിയാമോ? ഡ്യൂട്രോണമി 1-ാം അധ്യായത്തിലേക്ക്, ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഇതേ ജനത്തോട് ഈ ഒറ്റുനോക്കിയിട്ട് മടങ്ങി വന്നിട്ട് അവർ ദൈവത്തോട് മറുതലിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തോറ്റുപോകും, ശത്രുക്കളുടെ മുമ്പാകെയൊക്കെ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ജനം പറഞ്ഞു എന്താണെന്നറിയാമോ? ഇല്ല, ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് യഹോവയായ ദൈവം അവരോട് പറഞ്ഞു എന്താണെന്നറിയാമോ? നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ഇടയിലില്ല, ശത്രുക്കളോട് നിങ്ങൾ തോറ്റുപോകുമെന്ന് അവരോട് പറക എന്ന് കൽപ്പിച്ചു. ചിന്തിച്ചു നോക്കണമേ. ഡ്യൂട്രോണമി 1:42, ആവർത്തന പുസ്തകം 1:42 പറയുകയാണ്, ഈ ജനം അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി ആ മലയിലേക്ക് കയറി പോവുകയാണ്. യഹോവയായ ദൈവം വാൺ ചെയ്ത് എന്താണെന്ന് പറയാം? ഞാൻ നിങ്ങളുടെ മധ്യത്തിലല്ലേ, നിങ്ങൾ തോറ്റുപോകും, അതുകൊണ്ട് അവരോട് പോകരുതെന്ന് പറയാൻ. നമുക്കറിയാം ആ ജനം കേട്ടില്ല, അവർ വീണ്ടും പോയി തോറ്റിട്ട് ഓടി വന്നു തിരിച്ചു. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ! ദൈവം നമ്മളോട് കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ജയിക്കുവാനായിട്ട് കഴിയൂ. നമ്മുടെ ബലം കൊണ്ട് നമുക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ബലം കൊണ്ട് ശത്രുവിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ബലം കൊണ്ട് ശത്രുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ശത്രു പിശാച്, നമ്മുടെ ശത്രു ലോകമാണ്. ഈ പറയുന്ന അസ്വസ്ഥത ഭവനങ്ങളിൽ കൊണ്ടുവരുന്നു, സമാധാനമില്ലായ്മ ഭവനങ്ങളിൽ കൊണ്ടുവരുന്നു, പ്രതികൂലങ്ങൾ കൊണ്ടുവരുന്നു, സ്ട്രെസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, വറീസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെയൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിന്നേ മതിയാവും. ദൈവം മാറിപ്പോകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പല ജീവിത അനുഭവങ്ങളും പഴയ നിയമത്തിലെ ജനത്തിൻ്റെതാണെന്ന്. സത്യമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, യേശു കർത്താവ് തന്ന വാഗ്ദത്തമുണ്ട്. യേശുവിൻ്റെ പേരെന്താണ്? ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ബി വിത്ത് അസ്. നമ്മളെല്ലാവരും പറയുന്നുണ്ട് യേശു നമ്മളിൽ വസിക്കുന്നു എന്ന്, കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്ന്. കർത്താവ് വാഗ്ദത്തം ചെയ്ത് കണ്ടാലും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നമുക്ക് തന്ന വാഗ്ദത്തമാണ്, ബിഹോൾഡ് ഐ വിൽ ബി വിത്ത് യു അൺടു ദി എൻഡ് ഓഫ് ദി ഏജസ്. ഈ ലോകത്തിന്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. പ്രൈസ് ഗോഡ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇതേ സമാനമായ ജീവിത അനുഭവമാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണ്, അല്ലേ? നമ്മുടെ ജീവിതം നോക്കിയേ, ഇസ്രയേൽ കടന്നുപോയ അതേ അനുഭവങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രയേലിനോട് അന്ന് പറഞ്ഞത് മാത്രമല്ല, ഇന്ന് നമുക്കത് ബാധകമാണ്. ഇന്ന് നമുക്ക് ഈ വചനം ബാധകമാണ്. നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ലവോദിക്യ സഭയോട് കർത്താവ് പറയുകയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവസഭയുടെ ഉള്ളിൽ വസിക്കേണ്ടവൻ, ദൈവസഭയുടെ നാഥനായവൻ, ദൈവസഭയുടെ ഉടയവനായവൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ വെളിയിൽ നിന്ന് വാതിക്കൽ നിന്ന് മുട്ടുക. എന്തിന്? സഭയ്ക്കകത്തേക്ക് വരുവാൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവ് സഭയ്ക്കകത്തില്ല, കർത്താവ് സഭയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുക എന്ന് പറഞ്ഞാൽ ഐ ആം calling you to come out to me, come out for me. നീ എനിക്ക് വേണ്ടി വെളിയിലേക്ക് വരുവാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മാനസാന്തരപ്പെടുവാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവുണ്ടല്ലോ 99 ആളുകളെ മാറ്റി നിർത്തിയിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ചിട്ട് കടന്നു വരുന്ന കർത്താവ്. അവിടുന്ന് നല്ല ഇടയനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ കൂടുമ്പോഴായാലും നമ്മുടെ ഭവനത്തിലിരിക്കുമ്പോഴായാലും ദൈവം തൻ്റെ വചനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ മാനസാന്തരപ്പെടാൻ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ,
നമുക്കറിയാം, ബ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കോയിൻ, ആ ഒരു നാണയത്തിന് വേണ്ടി വീട് മുഴുവനും അടിച്ചു നോക്കിയിട്ട് അതെല്ലാം വീട് മുഴുവനും തെരഞ്ഞു അത് കണ്ടുപിടിച്ചതിനെ സന്തോഷിക്കുന്നത് പോലെ കർത്താവ് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അന്വേഷിക്കുന്ന കർത്താവ്. ഓർക്കണമേ, ഈ വചനമൊക്കെ നമ്മളെ കേൾപ്പിക്കുമ്പോൾ നമുക്കൊരു ശുഭഭാവി ഉണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. എപ്പോഴ് മടങ്ങി വന്നാൽ, ദൈവസന്നിധിയിൽ ഒന്ന് ക്രമീകരിക്കപ്പെട്ടാൽ, ചില വിഷയങ്ങളിൽ ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ, ദൈവവുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് നമ്മൾ വന്നാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ജീവിത ശൈലികളെ ഒന്ന് മാറ്റി ദൈവവചനം നമുക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന ജീവിത ശൈലിയിലേക്ക് നമ്മളൊന്ന് വന്നാൽ കർത്താവ് നമ്മുടെ കൂടെ വസിക്കും. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഡു യു ഫീൽ ഹിസ് ആബ്സെൻസ് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? വെൻ അവർ പ്രേയേഴ്സ് ആർ അൺആൻസേർഡ്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, വെൻ വി ഫീൽ സ്പിരിച്വലി ഡ്രൈ, ആത്മീകമായി ആ ഡ്രൈനെസ്, ആ ഉണങ്ങിയ അവസ്ഥ, ആ വേനലിൻ്റെ അനുഭവം, ആ വരണ്ടുപോയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ആത്മീയതയായിട്ട് പണ്ടൊക്കെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പണ്ട് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്നു. ദൈവിക വിഷയങ്ങളിൽ ചില പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ അങ്ങ് മറന്നുപോയി. ഇന്ന് അതൊക്കെ 2, 3, 4 പ്രയോറിറ്റികളായിട്ട് മാറി. അതൊന്നും നമ്മുടെ ഓർമ്മയിൽ വരുന്നില്ല. നമ്മുടെ ഓർമ്മയിൽ മറ്റു പല കാര്യങ്ങളാണ് വരുന്നത്. ദൈവിക വിഷയം നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തോന്നുന്നില്ല. ഡു യു ഫീൽ സ്റ്റക്ക്, എംപ്റ്റി ആൻഡ് അലോൺ? ജീവിതത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ ഏകനാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു സന്തോഷം മുന്നോട്ട് നോക്കുമ്പോൾ കാണാതെ വരുന്നുണ്ടോ? എല്ലാം ശൂന്യമാണെന്നൊരു അനുഭവം തോന്നുന്നുണ്ടോ? എന്തിനാ ജീവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? സഹോദരങ്ങളെ, ദൈവത്തെ അറിയാത്ത നമ്മുടെ കൂട്ടുകാർ പറയുന്ന പല വാക്കുകളും നമ്മുടെ വാക്കുകളായി ഈ ദിവസങ്ങളിൽ മാറുന്നുണ്ടോ? മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, God is distant. Not that he has abandoned you. നമ്മെ ദൈവം ഉപേക്ഷിച്ചു എന്നല്ല, ദൈവം ദൂരെ മാറി നിൽക്കുകയാണ്. ദൂരെ മാറി നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുകയാണ്. നീ മടങ്ങി വരാൻ, നീ നിന്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കാൻ കർത്താവ് പറയുകയാണ്. പ്രൈസ് ഗോഡ്. കർത്താവില്ലാതെ നമുക്ക് ജയിക്കാൻ കഴിയുകയില്ല. കർത്താവില്ലാതെ നമ്മൾ തോറ്റുപോവുക തന്നെ ചെയ്യും. ഇങ്ങനെ കർത്താവ് മാറി നിൽക്കുമ്പോൾ, സെക്കൻഡ് പോയിന്റ് ഈസ് ദിസ്, ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? The weight that awakens us. നമ്മളിൽ ഒരു ഭാരം കടന്നു വരും. ദൈവത്തിന്റെ അസാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആബ്സെൻസ്, the absence of God will bring a weight on our life. ദൈവം നമ്മുടെ കൂടെ ഇല്ലാതെ വരുമ്പോൾ, ദൈവം നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു വലിയ ഹെവിനെസ് നമ്മുടെ ഇടയിലേക്ക് വരും, നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? God does not ignore sin. He allows people to feel the weight of their wrong choices. God will allow us to feel the weight of our wrong choices. നമ്മുടെ ജീവിതത്തിൽ, നാം അനുദിന ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ, ദൈവത്തെ നോക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവമില്ലാതെ എടുക്കുന്ന ജീവിത തീരുമാനങ്ങളുടെ വെയിറ്റ് നമ്മുടെ മേൽ അവൻ ഫീൽ ചെയ്യേണ്ട കോണുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികൾ നമുക്കെതിരെ നിൽക്കുമെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മൾ കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് ഹി ഡസന്റ് ഇഗ്നോർ സിൻ. പാപത്തെ കർത്താവിന് വെറുതെ വിടാൻ പറ്റത്തില്ല. മുമ്പേ കേട്ടതുപോലെ, when his son was hanging on the cross and crying out, God turned his face away to show us how much he hates sin. സ്വന്തം പുത്രൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവൻ, പാപചിന്തയില്ലാത്തവൻ, ഹല്ലേലൂയ, പിതാവിന്റെ ഇഷ്ടം ചെയ്യും. യോഹന്നാൻ സുവിശേഷം 6:38 യേശു കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ പിതാവിന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ വന്നത് എന്ന് പറഞ്ഞ് താൻ ജനിച്ച നാൾ മുതൽ മരിക്കുന്ന ആ നിമിഷം വരെയും ഒരു പാപവും താൻ ചെയ്തിട്ടില്ല, ഒരു പാപവും താൻ ചിന്തിച്ചിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാനം കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ അത്യുന്നതനായ ദൈവം പിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
33-ാമത്തെ വയസ്സിലാണ്, 30-ാമത്തെ വയസ്സിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 years അവന്റെ ജീവിതത്തിൽ when he was a teenager, when he was in his 20s, he never committed sin. ഇത്ര പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ ദൈവപുത്രൻ ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട്, നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിന്റെ മേൽ കിടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ പാപമാണ് അവിടെ കണ്ടത്. 2 കൊരിന്ത്യർ 5:21 പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ പാപമാക്കിയെന്ന, അല്ലേ? നാം ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന് അവൻ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. ആ പാപം ക്രൂശിന്റെ മേൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ, ലോകത്തിന്റെ പാപത്തെ കണ്ടപ്പോൾ, ആ പാപത്തിന്റെ ചുവപ്പ് കണ്ട് ദൈവം തന്നെ മുഖം തിരിച്ചെന്നാ പറയുന്നത്. നമ്മൾ ഈ വിഷയത്തെ ഡീല് ചെയ്യാതെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ ജീവിതചര്യയിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ, രഹസ്യവും പരസ്യവുമായിട്ടുള്ള ജീവിതത്തിൽ പാപവുമായി ഒരു പുതിയ ബന്ധത്തിൽ നാം വരാതെ ദൈവവുമായിട്ടൊരു പുതിയ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു എന്ന് പറയുന്നവരാണ്. പക്ഷെ ദൈവവുമായിട്ട് ബന്ധം നീ സ്ഥാപിച്ചെങ്കിൽ പാപവുമായിട്ടുള്ള നിന്റെ ബന്ധം എന്തേ? We all say that we have a new relationship with God. But God is asking, yes, you say you have a relationship with me, but what is your relationship with the sin? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സിന്നിന്റെ വെയിറ്റ് നമ്മളിലേക്ക് വരും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പാടുകയാ 40-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്താണെന്നറിയാമോ? സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ കൊണ്ട് എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. പാപം നമ്മളിലേക്ക് വരുമ്പോൾ, അകൃത്യം നമ്മളിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിൽ ഏറ്റുപറയാത്ത അനീതി നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതം നിൽക്കുമ്പോൾ നമുക്ക് മേൽപോട്ട് നോക്കുവാൻ കഴിയത്തില്ല. മേൽപോട്ട് നോക്കുവാൻ കഴിയാത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ കഴിയാത്തവണ്ണം എന്നാ അതിന്റെ അർത്ഥം. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്നാണ് അവിടെ വചനത്തിൽ വായിക്കുന്നതാ. ഹല്ലേലൂയ. എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, എൻ്റെ തലയിലെ രോമങ്ങളിലും അധികമാണവ, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. എൻ്റെ ധൈര്യം പോയെന്ന് എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ധൈര്യമുള്ളൂ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അതാണ്. ഐ എം നോട്ട് ഏബിൾ ടു ലുക്ക് അപ്പ്, ദേ ആർ മോർ ദാൻ ഹെയർസ് ഓഫ് മൈ ഹെഡ്, therefore my heart faints me. ചിന്തിക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നാം പാപത്തെക്കുറിച്ചൊരു പുതിയ ബന്ധത്തിലേക്ക് വരണം. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് നാം ചെയ്യാതിരിക്കണം. ദൈവം പറയുക, നീ ചില വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ചില വിഷയങ്ങളെ കുറിച്ച് നീ ഒരു ചില പരിഹാരം നിന്റെ ജീവിതത്തിൽ വരുത്തണം, ചില ക്രമീകരണം ഉണ്ടാക്കണം. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, സഹോദരിമാരുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവസഭയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി തീരുന്ന കാര്യത്തിൽ, ദൈവിക അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനത്തിന് സമർപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ ക്രമീകരണം ഉണ്ടാക്കണം. യു കനോട്ട് ഹാവ് 2 different lifestyles. One lifestyle of your own and the other lifestyle which is shown before people. ലോകത്തിന്റെ മുമ്പാകെ കാണിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ പേരൻസിന്റെ മുമ്പാകെ കാണിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല്, സഭയുടെ മുമ്പാകെ കാണിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല്, പിന്നെയോ വ്യക്തിപരമായ ജീവിതത്തിൽ ആരും കാണാതിരിക്കുമ്പോൾ മറ്റൊരു ലൈഫ് സ്റ്റൈല്. We cannot have God with us. ദൈവത്തിന് നമ്മളോട് വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ അകൃത്യങ്ങൾ വലിയ ഭാരമായി മാറുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ചിന്തിക്കരുത്, നമ്മൾ തെറ്റിപ്പോകരുത്. ലൂക്കോസിന് ശേഷം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പത്രോസിന്റെ ജീവിതം. പത്രോസിനോട് കർത്താവ്, പത്രോസിന് നമ്മളിൽ പലരെ പോലുള്ള ഒരു സ്വഭാവമാണ്. എന്താണെന്നറിയാമോ? പത്രോസ് ചിന്തിച്ച് താൻ ആരോ വലിയവനാന്നാ. Peter was thinking something high about himself. Peter was saying, I am not like the rest of 11 people. ഈ മറ്റു 11 ശിഷ്യന്മാരെ പോലൊന്നുമല്ല ഞാൻ. പ്രായം കൊണ്ട് ഞാൻ ആള് മിടുക്കനാണ്. അതുമല്ല കർത്താവ് എന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ്. അതുമല്ല എനിക്ക് പല കാര്യങ്ങൾ കൂടുതലൊക്കെ അറിയാം. പത്രോസിനോട് കർത്താവ് പറഞ്ഞു എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? എല്ലാവരും വിട്ട് ഓടിപ്പോയാലും ഞാൻ നിന്നെ വിട്ട് ഓടത്തില്ല. കർത്താവ് പത്രോസിനോട് പറഞ്ഞു എന്താണെന്നറിയാമോ? God in you,
Jesus knew how Peter was thinking high about himself, how proud he was, how self-dependent he was. അവൻ സ്വയത്തിൽ എത്ര ആശ്രയിച്ചിരുന്നു, സ്വന്തത്തെക്കുറിച്ച് എത്ര ബലത്തിൽ പുകഴ്ചയിൽ അവൻ ജീവിക്കുന്നു എന്ന് യേശുവിനറിയാം. ദാറ്റ് ഹാസ് ടു ബി ബ്രോക്കൺ. അതിനെ ബ്രേക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? കോഴി കൂകുന്നതിന് മുമ്പ്, ഈ പ്രഭാതത്തിൽ നാളെ കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന്. അല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ഇതാ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ. പത്രോസിന് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞതിനേക്കാൾ അധികം അവനെക്കുറിച്ച് തന്നെ വിശ്വസിച്ചു. നമ്മുടെ കുഴപ്പം അതാ. നമ്മൾ കർത്താവിൻ്റെ ജസ്റ്റിസോ കർത്താവിൻ്റെ റൈച്ചസ്നെസ്സോ അല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ റൈച്ചസ്നെസ്, സ്വയം നീതിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പുകഴുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, ഞാൻ സഭയിലുള്ള മറ്റുള്ളവരെ പോലുള്ള ആളല്ല, എനിക്ക് വചനം ഒത്തിരി അറിയാവുന്നയാളാണ്, ഞാൻ വചനം പ്രസംഗിക്കുന്നയാളാണ്, അതുപോലെ ഞാൻ ഒത്തിരി ഗുണങ്ങളും നന്മകളും ഒക്കെ ചെയ്യുന്നയാളാണ്, ഇവരെ പോലൊന്നും അല്ല. പക്ഷെ കർത്താവ് പറയുന്നത് നീ മാനസാന്തരപ്പെടണമെന്നാ. നമുക്കറിയാം ഒരൊറ്റ പരിഹാരമേ പത്രോസിനുണ്ടായുള്ളൂ. പത്രോസ് പൊട്ടിക്കരയേണ്ടി വന്നു, ദൈവസന്നിധിയിൽ പൊട്ടിക്കരയേണ്ടി വന്നു. പീറ്റർ went out and wept bitterly. ലൂക്കോസിന് ശേഷം 22-ാം അധ്യായം 62 മുതൽ 64 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 22 verses 62 to 64. Peter went out and wept so bitterly. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അതിദുഃഖത്തോടെ അവൻ കരഞ്ഞെന്ന്. അതിദുഃഖത്തോടെ കരഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഏങ്ങലടിച്ചവൻ നിലവിളിച്ചെന്ന്. സാധാരണ അതിദുഃഖത്തോടെ മനുഷ്യർ കരയുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ നഷ്ടം, നികത്തുവാൻ കഴിയാത്ത നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണ് മനുഷ്യൻ അതിദുഃഖത്തോടെ കരയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു വേർപെട്ടു പോകുമ്പോൾ, വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മനുഷ്യൻ അതിദുഃഖത്തോടെ കരയും. ഇവിടെ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ കരച്ചില് വെറും വായിൽ നിന്ന് വന്ന കരച്ചിലല്ല. അവൻ്റെ കരച്ചിൽ അവൻ്റെ വായിലൂടെ നിലവിളി വന്നെങ്കിൽ അതിന് മുന്നമേ അവൻ്റെ ഹൃദയം തകർന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ച നിലവിളിയായി വെളിയിലേക്ക് വന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ആ നിലവിളിയില്ലെങ്കിൽ ഈ പാപത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും. ദൈവത്തിൻ്റെ അകൽച്ചയും വഹിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ പാപത്തെ ഓർത്ത് നിലവിളിച്ചത്, ഏറ്റവും ഒടുവിൽ നിലവിളിച്ചത് നമ്മൾ എന്നാണ്? നമ്മൾ മറ്റു പല കാര്യങ്ങളെ കരഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഇമോഷണലായിട്ട് നമ്മൾ തീരാറുണ്ട്. എന്നാൽ സ്വന്തം ജീവിതത്തിൻ്റെ പാപങ്ങൾ ഓർത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അകൃത്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനീതിയെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുവാൻ ശ്രമിക്കാതെ ദൈവസന്നിധിയിൽ കമന്നു വീണ്, കർത്താവേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കരഞ്ഞതുപോലെ നമുക്ക് എത്ര പേർക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ട്? ദാവീദിന് വേണേ കരയാതിരിക്കുക. ദാവീദിന് വേണേ പറയാമായിരുന്നു, ഞാനൊരു ബലഹീന മനുഷ്യനല്ലേ, ആ സ്ത്രീ അങ്ങനെ അവിടെ നിന്ന് കുളിച്ചോ, അല്ലെങ്കിൽ സ്ത്രീ അവിടെ വന്നു അങ്ങനെ നിന്നുകൊണ്ടൊക്കെ അല്ലേ, അല്ലെ എൻ്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ടല്ലേ പറ്റിപ്പോയത്. അത് മാത്രമല്ല, ഞാനൊരു രാജാവല്ലേ, എൻ്റെ പ്രജകളുടെ മേൽ എനിക്കൊരു അധികാരമില്ലേ, ഇതൊക്കെ പറയാമായിരുന്നു. അത് മാത്രമല്ല, തൻ്റെ മുമ്പിൽ വന്ന സാധുവായ ആ പ്രവാചകനോട്, നെയ്ത്തനോട് വേണമെങ്കിൽ പറയാം, നാഥാം പ്രവാചകനോട് പറയാമായിരുന്നു, നീ ഇതാരോടും പറയണ്ട, തൽക്കാലം നീ വീട്ടിൽ പോയിരിക്കും, പറയാമായിരുന്നു. അല്ലെങ്കിൽ പിടിച്ച് യെരമ്യാവിനെയൊക്കെ ഇസ്രയേലിലെ രാജാക്കന്മാരൊക്കെ പിടിച്ച് ജയിലിലിട്ടതുപോലെ നാഥാം പ്രവാചകനെ പിടിച്ച് ജയിലിലിടാമായിരുന്നു. അല്ലെ, ഊരിയാവിനെ കൊന്നതുപോലെ നാഥാം പ്രവാചകനെ കൂടെ കൊന്നു കഴിഞ്ഞാൽ ഈ രഹസ്യം ലോകം ഒരിക്കലും അറിയത്തില്ല. ശരിയല്ലേ? ലോകം അറിയുമോ ഇത്? അതൊന്നും താൻ ചെയ്തില്ല. ഹല്ലേലൂയ. 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അറിയാം ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ പ്രതികരണം എന്തായിരുന്നു. താൻ പാപം ചെയ്തു എന്ന് പരിശുദ്ധാത്മാവെന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ, ദൈവശബ്ദം അവൻ കേട്ടപ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ നിലവിളിയാണ് 51-ാം സങ്കീർത്തനം, Psalms 51. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നിലവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നിലവിളിക്കാതെ മറ്റൊരു പരിഹാരമില്ല ദൈവസന്നിധി. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നിലവിളിക്കാതെ, കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് നിലവിളിക്കാതെ, കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് നിലവിളിക്കാതെ നമ്മൾ ചിന്തിച്ച് നോക്കണമേ. ഒരു നാളിൽ നമുക്ക് വചനത്തിനൊക്കെ എന്തൊരു പ്രാധാന്യമായിരുന്നു. ഓരോ വചനങ്ങൾ നമ്മുടെ നാവിലൂടെ വരുമായിരുന്നു. അതൊക്കെ they all were in place. എല്ലാം പ്രോപ്പർ പ്ലേസുകളിലായിരുന്നു. ഇന്ന് അതൊന്നുമില്ല.
കാരണം ഇന്ന് നമ്മൾ എവിടെയോ ആയി എന്നൊരു ഒരു തോന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരു സ്വയം നീതി. അതുകൊണ്ട് പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്ക്. വി ആർ വീക്ക്. വീക്ക് ഇൻസൈഡ് മീൻസ് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. പണ്ട് നമുക്ക് കൃപകളൊന്നും ഒത്തിരി കൂടുതലൊന്നുമില്ലായിരുന്നു. പണ്ട് ദൈവവചനമൊന്നും കൂടുതൽ അറിയത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്നൊരു സന്തോഷം നമുക്കുണ്ടായിരുന്നു, ഒരു തീഷ്ണതയുണ്ടായിരുന്നു, ഒരു എരിവുണ്ടായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുമായിരുന്നു, എല്ലാവരും അടുക്കുവാൻ കഴിയുമായിരുന്നു, എല്ലാവരോട് ചിരിക്കുവാൻ കഴിയുമായിരുന്നു, എല്ലാവരുടെയും തോളിൽ കൈയിടുവാൻ കഴിയുമായിരുന്നു. ഇന്ന് നമ്മൾ എല്ലാറ്റിൽ നിന്നും അകന്നു. ഇത് നമുക്ക് കഴിയുന്നില്ല. നമ്മൾ വചനത്തിൽ വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ കൂട്ടായ്മയിലില്ല. നമ്മൾ അകലുകയാണ്. ആരിൽ നിന്ന്? ദൈവജനത്തിൽ നിന്ന് നമ്മൾ അകലുന്നു. ദൈവജനത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുന്നു. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ദിസ് ഈസ് നോട്ട് എ പണിഷ്മെന്റ് ഫോർ പണിഷ്മെന്റ് സേക്ക്. ഇറ്റ് ഈസ് എ കൺവിക്ഷൻ മെന്റ് ടു ലീഡ് us to repentance. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിലേക്ക് ഇറ്റ് വാസ് നോട്ട് എ പണിഷ്മെന്റ്, but it was something like a conviction the Holy Spirit gave into the heart of Peter, which led him to repentance. അതല്ലേ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. Godly sorrow can be a doorway to transformation. ദൈവികമായ ദുഃഖം വരികയാണെങ്കിൽ നമ്മളെ രൂപാന്തരത്തിലേക്ക് അത് നയിക്കും. Conviction of sin leads to genuine humility. യഥാർത്ഥ പാപത്തിന്റെ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് ഒരു ട്രൂ ജെനുവിൻ ഹ്യൂമിലിറ്റിയിലേക്ക്, ഒരു യഥാർത്ഥ താഴ്മയിലേക്ക് നയിക്കും നമ്മളെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവേ, എത്രമാത്രം വീണുപോയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ, എത്രമാത്രം പാപങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഞാൻ. ആ പാപബോധം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്നെ താഴ്മ വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഹ്യൂമിലിറ്റി, താഴ്മ എന്നിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഇടം എൻ്റെ ജീവിതത്തിൽ വരുന്നത്. കാരണം താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ചിന്തിക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. സോ ഗോഡ്ലി സോറോ will lead us into repentance. നമ്മൾ എപ്പോഴും മറക്കരുത്, ഇങ്ങനെയുള്ള ഈ സോറോസ്, ഈ മിസറീസ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഹല്ലേലൂയ നമ്മളിൽ മാനസാന്തരം അധികമായിട്ടുണ്ടാകുന്നത്, കൺവിക്ഷൻ ഉണ്ടാകുന്നത്, പാപബോധം ഉണ്ടാകുന്നത്. ഈ പാപബോധം വരുമ്പോഴാണ് നമുക്ക് താഴ്മയുണ്ടാകുന്നത്. ഈ താഴ്മയുണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ദൈവകൃപ നമുക്ക് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് താഴ്മ വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന താഴ്മയല്ല, കർത്താവിൻ്റെ സന്നിധിയിലുള്ള താഴ്മ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഏറ്റവും താഴ്മ ഉണ്ടായിരുന്ന മനുഷ്യൻ ആരാണെന്നറിയാം? കർത്താവാണ്. യേശു കർത്താവിൻ്റെ കൂട്ട് താഴ്മയുള്ള മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ ജീവിതം ഗോസ്പലിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ താഴ്മയുള്ളവനാണെന്ന് തോന്നുന്നുണ്ടോ? ചാട്ടവാറെടുത്ത് അടിക്കുന്ന ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ താഴ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നുമോ? അവിടുത്തെ താഴ്മ അവിടുത്തെ ഹൃദയത്തിലായിരുന്നു. താഴ്മ, താൻ ആരാണെന്ന പൂർണ്ണ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. If sin never feels heavy, repentance will never be felt necessary. മറന്നു പോകരുത്. If you don't feel sin heavier, നമുക്ക് റിപ്പൻറ്റൻസ് നീഡഡായിട്ട് തോന്നത്തില്ല. മനസ്സിലായോ? അപ്പം നമ്മുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തോട് നിലവിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് വീണ്ടും അത് ആവർത്തിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പെർട്ടിക്കുലർ മൊമെന്റിൽ ഹോളി സ്പിരിറ്റ് എനിക്ക് തന്നതാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടത് വിശപ്പിന് ആഹാരം അന്വേഷിക്കുന്നത് പോലെ ദൈവമുഖം അന്വേഷിക്കണം. ദാഹിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വെള്ളത്തിന് വേണ്ടി അന്വേഷിക്കുന്നത് പോലെ ദൈവമുഖം അന്വേഷിക്കണം. മുങ്ങിത്താഴ്ന്ന ഒരു മനുഷ്യൻ പൊളൈറ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്, അവന്റെ സകല ശക്തിയും ഉപയോഗിച്ചാണ് നിലവിളിക്കുന്നത്. അല്ലേ? ഒരാൾ when a drowning person speaks, how does he speak? Does he speak politely, softly? He is crying out from his whole being. അവന്റെ എവ്രിതിങ്, അവന്റെ എവ്രി പവർ ഉപയോഗിച്ചിട്ടാണ്. കാരണം അവനറിയാം, ഇപ്പൊ ഞാൻ നിലവിളിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഞാൻ നിലവിളിക്കത്തില്ല എന്ന് പറഞ്ഞാല് I will be down,
into the bottom of the ocean. അപ്പൊ ഇപ്പൊ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒറ്റ ചാൻസേ ഉള്ളൂ. ആ ചാൻസിൽ ഞാൻ എന്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് നിലവിളിക്കും. ആ നിലവിളി അവനെ രക്ഷിക്കുന്നത്. ആരെങ്കിലും ആ ശബ്ദം കേട്ട് ഓടി വന്ന് അവനെ ആ മുങ്ങുന്നിടത്തു നിന്ന് വിടുവിക്കും, രക്ഷിക്കും. അവൻ നിലവിളിച്ചില്ലെങ്കിലോ? ഇത് കേട്ടാൽ ആരെങ്കിലും നാണക്കേടാന്ന് വിചാരിച്ച് മുങ്ങുന്നവനാരെങ്കിലും ട്രോൺ ചെയ്യുന്നവർ കലയാതിരിക്കുമോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം ദൈവസന്നിധിയിൽ നാം ഈ പാപത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യ നരകത്തിന്റെ വഴിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് നിലവിളിക്കാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ എന്താണെന്നറിയാമോ? അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം, എൻ്റെ മുഖം അന്വേഷിക്കണം. There is a difference between seeking the hands of God and seeking the face of God. നമ്മളൊക്കെ അന്വേഷിക്കുന്നത് പ്രാർത്ഥനയിൽ എന്തോന്നറിയാമോ? We are seeking the hands of God. എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? For our deliverance, for our blessing. കർത്താവിൻ്റെ കൈകളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കൈ ചലിപ്പിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ കൈ എന്തിനെ ചലിപ്പിക്കുന്നത്? നമ്മുടെ വിഷയങ്ങൾക്ക് നമുക്ക് വിടുതൽ കിട്ടണം. പക്ഷെ ഒരു കാര്യം അറിയാമോ സഹോദരങ്ങളെ? there is a difference between seeking his hand and seeking his face. അവന്റെ മുഖം അന്വേഷിക്കുന്നതും അവന്റെ കൈകൾ അന്വേഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവന്റെ മുഖം അന്വേഷിക്കുകയാണെങ്കിൽ that means I want God himself for me. എനിക്ക് ദൈവം വേണം. അവിടുത്തെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലയോ അത് അവിടുത്തെ ഹിതം. പക്ഷെ എനിക്ക് വേണ്ടത് ദൈവമാണ്. I am seeking his face. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, My heart says of you, seek his face, your face, Lord, I will seek you. ഹല്ലേലൂയ. അവന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം എന്നോട് പറയുന്നെന്ന സങ്കീർത്തനക്കാരൻ 27:8 പറയുന്നത്. നിന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം എന്നോട് പറയുന്നു. കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ് കേൾക്കുന്നു. നീ എന്നോട് സംസാരിക്കുക, നിന്റെ മുഖം അന്വേഷിക്കാൻ. കർത്താവേ, ഞാൻ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നു. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണം. കർത്താവിൻ്റെ ഫേവർ അല്ല അന്വേഷിക്കേണ്ടത്, കർത്താവിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കണം. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന ശൈലികൾ മാറട്ടെ സഹോദരങ്ങളെ. കർത്താവേ, അങ്ങയുടെ കരത്തിന്റെ പിന്നാലെ, അങ്ങയുടെ ഫേവറിന്റെ പിന്നാലെ അല്ല വരുന്നത്. That can wait. No problem. If you are breaking, if you are building, if you are disciplining, if you are reforming me, reshaping me, I can wait. No worries. I am not in a hurry. But I want you with me. എനിക്ക് അങ്ങേ വേണം. Hallelujah. Hallelujah. Praise the Lord. നമുക്കറിയാം പത്രോസിന് ദൈവം മുഖം കൊടുത്തത് കൊണ്ടാണ് പത്രോസിനെ കർത്താവ് വിടുവിച്ചത്. Judas could have come back as well. യൂദയ്ക്കും വേണമെങ്കിൽ മടങ്ങി വരാമായിരുന്നു. ഒന്ന് പശ്ചാത്തപിച്ചാൽ മതിയായിരുന്നു, മാനസാന്തരപ്പെട്ടാൽ മതിയായിരുന്നു. യൂദ മാനസാന്തരപ്പെട്ടോ? ഡിഡ് ജൂദാസ് റിപ്പന്റ്? ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? പണ്ടൊക്കെ ഞാൻ ചെയ്യുന്നതിനോട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞായിരുന്നു. അവിടെ മാനസാന്തരം ഇല്ലേ? റിപ്പൻറ്റൻസ് ഒക്കെ ഇല്ലേ? പള്ളി പോയിട്ട് അച്ഛനോട് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നു. അതുപോലെ യൂദാസും പറഞ്ഞു, പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞറിയാമോ? ഞാൻ കുറ്റമില്ലാത്ത അല്ലേ, ഞാൻ കർത്താവിനെ കുറ്റി കൊടുക്കരുതായിരുന്നു, ഞാൻ കുറ്റം ചെയ്തു, ഞാൻ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. ഇതാ നിങ്ങളുടെ 30 വെള്ളിക്കാശ് നിങ്ങൾ പിടിച്ചു. അത് മാനസാന്തരമല്ലായിരുന്നു, തിരിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എടുത്തൊരു ടേറ് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ he repented. But the problem was this, it was not a godly repentance. ദൈവഹിത പ്രകാരമുള്ള മാനസാന്തരമായിരുന്നില്ല അത്. നമ്മളിൽ പലരുടെയും മാനസാന്തരം പലപ്പോഴും ദൈവഹിത പ്രകാരമല്ല കേട്ടോ. നമ്മൾ ഈ സഹോദരങ്ങളോടൊക്കെ പിണങ്ങിയിരിക്കുകയെന്ന് വെച്ചാൽ നമുക്കറിയാം അവരുടെ ഹൃദയം ആകെ പ്രശ്നമായിട്ടിരിക്കുക, അവർക്കറിയാം നമ്മുടെ ഹൃദയം പ്രശ്നമായിരിക്കുക. പിന്നെ ബോധിപ്പിക്കണമല്ലോ, എന്തേലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കണേ. നമ്മുടെ എല്ലാം മാക്സിമം നമ്മുടെ ആൾക്കാരുടെ പറച്ചിലതാ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും അല്ല, നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. സഹോദര അല്ലെ സഹോദരി, ഞാൻ ഇന്ന കാര്യം പറഞ്ഞത്
സഹോദരന് ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം പറഞ്ഞത് സഹോദരിക്ക് ബുദ്ധിമുട്ടായി, അത് ക്ഷമിക്കണം. സ്പെസിഫൈ. ഇതാ മാനസാന്തരത്തിൻ്റെ വ്യത്യാസം. നമുക്ക് പറയാൻ സമ്മതിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും എന്നല്ല, നമുക്കറിയാം നമ്മൾ എന്താ ചെയ്തതെന്ന്. ചിലർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, എന്താ എപ്പോഴും ചിന്തിക്കണമേ, രണ്ട് കൈ കൂട്ടി അടിക്കാതെ ഒരിക്കലും ശബ്ദം ഉണ്ടാകത്തില്ല. ഒരു 1% ഇപ്പുറത്തെ സൈഡിലും കാണും. നമ്മുടെ എന്നൊരു സഹോദരനോട് പറയാം, സഹോദര എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ ആ സഹോദരൻ പറഞ്ഞു എനിക്കും തെറ്റുപറ്റി, ഞാനും ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോയി, അല്ലെങ്കിൽ സംതിങ് അത് അങ്ങനെ ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാകാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവഹിത പ്രകാരമുള്ള മാനസാന്തരവും ദൈവഹിത പ്രകാരമല്ലാത്ത മാനസാന്തരവുമുണ്ട്. യൂദ മാനസാന്തരപ്പെട്ടു, അത് ദൈവഹിത പ്രകാരമല്ലായിരുന്നു. പക്ഷെ പത്രോസ് മാനസാന്തരപ്പെട്ടു, അത് ദൈവഹിത പ്രകാരമായിരുന്നു. പത്രോസ് മാനസാന്തരപ്പെട്ടു, അത് ദൈവഹിത പ്രകാരമായിരുന്നു. ജൂദാസ് മാനസാന്തരപ്പെട്ടു, അത് ദൈവഹിത പ്രകാരമല്ല. നമ്മൾ ചിന്തിക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഞാനൊരു വലിയൊരു ആത്മീയ രഹസ്യം നിങ്ങളോട് പറയാം. നമുക്കൊരാളോട് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ഒരു വലിയ സീക്രട്ട് എന്തെന്നറിയാമോ, ആ വിഷയത്തിൽ എൻ്റെയും കയ്യിൽ ഇച്ചിരി കുറ്റമുണ്ടെന്ന് എനിക്കൊരു ബോധ്യം വന്നാൽ മതി, എന്ത് വിഷയമായാലും. അല്ലെങ്കിൽ ഞാനും പെർഫെക്റ്റ് അല്ല എന്നൊരു ചിന്ത എന്നിലേക്ക് വന്നാൽ മതി, എനിക്ക് ക്ഷമിക്കാൻ പറ്റും. ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടില്ല. പക്ഷെ പെർഫെക്റ്റായ ദൈവം നമ്മുടെ അടുത്ത് ക്ഷമിച്ചു, നമ്മൾ ദൈവത്തോട് ചെയ്തതൊക്കെ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കതിന് കഴിയാതെ വരുന്നു. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാ സഹോദരങ്ങളെ. ഹല്ലേലൂയ. സോ വി നീഡ് ഗോഡ്ലി സോറോ. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ അന്വേഷിക്കുക. നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. We need a healing, but we don't need a healer. We need a provision, but we don't need a provider. We need a rescue, but not a relationship we need. നമുക്ക് സൗഖ്യം വേണം, പക്ഷെ സൗഖ്യദായകൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് കാര്യങ്ങൾ നടക്കണം, പ്രൊവിഷൻസ് വേണം, പക്ഷെ പ്രൊവൈഡറിനെ നമുക്ക് വേണ്ട. ദൈവം നോക്കുന്നത് ഇസ്രയേലിൻ്റെ കുഴപ്പം അതായിരുന്നു. ഇസ്രയേലിന് വേണ്ടത് അവരുടെ ബ്ലെസ്സിങ്സാണ് വേണ്ടിയത്. പക്ഷെ ദൈവത്തോടു കൂടെ നടക്കാനല്ല അവർ ആഗ്രഹിച്ചത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു പോകണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാ കർത്താവിൻ്റെ കൈ അന്വേഷിക്കുന്നത്, കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ തന്നെ അന്വേഷിക്കുക. പേഴ്സീവിങ് ഹിസ് പ്രസൻസ്, ഡിസയറിങ് ഹിസ് ഇൻറ്റിമസി, റിട്ടേണിങ് വിത്ത് സിൻസിയറിറ്റി ടു ഗോഡ്, നോട്ട് സൂപ്പർഫിഷ്യലി. കർത്താവിൻ്റെ ആ ഡിവൈൻ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കണം. കർത്താവ് ഒന്നും നമുക്ക് വേണ്ടി ബ്ലെസ്സിങ് ചെയ്തില്ലെങ്കിലും എനിക്ക് കർത്താവ് മതിയെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലേ. പ്രോഡിഗൽ സൺ എന്ന് പറഞ്ഞ ഇളയ മനുഷ്യൻ, ഇളയ മകൻ, 2 മക്കളിൽ ഇളയാളിലെ ധൂർത്തപുത്രനായി മാറിയത്. ആ ധൂർത്തപുത്രൻ്റെ കഥയൊന്ന് നോക്കിക്കേ. ധൂർത്തപുത്രൻ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട് നമുക്ക്. ധൂർത്തപുത്രൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. എന്തുവെന്നറിയാമോ? ഹി വാസ് ലിവിങ് ഇൻ ഫാദേഴ്സ് ഹൗസ്. But was he loving the father, or was he loving the fortunes or the wealth of the father? അവൻ പിതാവിൻ്റെ കൂടെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വർഷങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്നയോടെ ജീവിച്ചതാ. പക്ഷെ അവൻ പിതാവിനെ ആയിരുന്നു സ്നേഹിച്ചതോ പിതാവിൻ്റെ സ്വത്തിനെയായിരുന്നു സ്നേഹിച്ചത്, പിതാവിൻ്റെ ബ്ലെസ്സിങ്ങിനെയായിരുന്നു സ്നേഹിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം പിതാവിൻ്റെ ബ്ലെസ്സിങ്സിനെയാണ് സ്നേഹിച്ചത്, അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവ മക്കളാണെന്നാ പറയുന്നത്, നമ്മൾ ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിനെയാണോ സ്നേഹിക്കുന്നത്? നമ്മൾ ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്, ദൈവിക അനുഗ്രഹങ്ങളെയാണോ സ്നേഹിക്കുന്നത്? തെളിവൊന്നു മാത്രമുള്ള ദൈവിക അനുഗ്രഹങ്ങളും കൂടുതലും കിട്ടാതെ വരുമ്പോൾ നമ്മൾ മുഖം വീർപ്പിക്കും ദൈവസന്നിധിയിൽ. പ്രാർത്ഥനയ്ക്കുള്ള ആഗ്രഹം കുറയും. ചോദിക്കുന്നതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കട്ടെ, നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും പ്രാർത്ഥനയ്ക്കും പോകാനും വരാനും ഒക്കെ. എഴുന്നേറ്റ് സാക്ഷ്യം പറയാനൊക്കെ വലിയ മിടുക്കുകളാ. ആരെങ്കിലും എഴുന്നേറ്റ് സഭയിൽ പറയുന്നുണ്ടോ, ഞാൻ അനേക വിഷയങ്ങൾ കഴിഞ്ഞൊരു വർഷക്കാലം പ്രാർത്ഥിച്ചു, ഒരൊറ്റ വിഷയത്തിന് പോലും എനിക്ക് മറുപടി കിട്ടിയില്ല, എങ്കിലും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. നമുക്ക് സാക്ഷ്യം പറയാൻ എഴുന്നേക്കാൻ തോന്നത്തില്ല. അഥവാ അങ്ങനൊരു സാക്ഷ്യം ആരെങ്കിലും പറഞ്ഞാൽ കേട്ടിരിക്കുന്നവരെല്ലാവരും കൂടെ ചിരിക്കും. ശരിയല്ലേ?
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ വസിക്കുന്നു എന്നുള്ളതല്ല, ഞാൻ പിതാവിനെയാണോ സ്നേഹിക്കുന്നത്, പിതാവിൻ്റെ അനുഗ്രഹങ്ങളെയാണോ സ്നേഹിക്കുന്നത്? നമുക്കറിയാം അവൻ പിതാവിനെയല്ല സ്നേഹിച്ചത്, പിതാവിൻ്റെ അനുഗ്രഹങ്ങളെ സ്നേഹിച്ചത്. അതുകൊണ്ട് അതെനിക്ക് കിട്ടാനുള്ളതും വാങ്ങിച്ചുകൊണ്ട് അവൻ്റെ ഒറ്റ പോക്ക് പോയി. എനിക്ക് തോന്നുന്നത് ഇതും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് അവൻ തിരിഞ്ഞൊന്ന് നോക്കി പോലും കാണത്തില്ല. അവനങ്ങ് പോയി. ബൈബിൾ പറയുന്നു, he went to a far away country. He didn't want anywhere near to his father. പിതാവിൻ്റെ അടുക്കലെങ്ങും അവൻ നിന്നില്ല. പിതാവിൽ നിന്ന് ഒത്തിരി ദൂരെ പോയി. പിതാവ് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അവൻ വേസ്റ്റ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അതിനുണ്ട്. നമ്മുടെ ആരോഗ്യം, we are wasting it. Our time, we are wasting it. The eyesight, കണ്ണിൻ്റെ കാഴ്ച, നമ്മൾ വേസ്റ്റിംഗ് ഇറ്റ്. സംസാരിക്കുവാൻ നാവിന് തന്ന ബലം, ഇതൊക്കെ അനുഗ്രഹമാണെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? കണ്ണ് അനുഗ്രഹമാണോ എന്ന് കണ്ണില്ലാത്ത ഒരാളോട് ചോദിച്ചാൽ മതി. നാവ്, എനിക്ക് സംസാരിക്കാൻ തക്കണോ വായും നാവും വർക്ക് ചെയ്യുന്നുണ്ടോ, അത് അനുഗ്രഹമാണോ എന്നുള്ളത് സംസാരിക്കാൻ കഴിയാത്ത ഭാഗ്യഹീനരായ ഊമരായ മനുഷ്യരോട് ചോദിച്ചാൽ മതി. ആരോഗ്യം എൻ്റെ അനുഗ്രഹമാണോ എന്ന് ആരോഗ്യമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരോട് ചോദിച്ചാൽ മതി. നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവന് വേസ്റ്റ് ചെയ്തു. ഞാനൊരു കാര്യം ശ്രദ്ധിക്കട്ടെ, ഇത്രയും വേലക്കാർ വീട്ടിലുണ്ടായിരുന്നല്ലോ, ഒറ്റ വേലക്കാരനെ മോനെ അന്വേഷിച്ച് വിട്ടോ പിതാവ്? വിട്ടില്ല. സി, പിതാവിൻ്റെ അകൽച്ച മോൻ അവിടെ അറിഞ്ഞു. എപ്പോഴാണെന്നറിയാമോ? when he came into his senses. 15-ാം അധ്യായം താഴേക്ക് വായിച്ചു, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ലൂക്കോസിന് വിശേഷത്തിൽ പിതാവിൻ്റെ അനുഗ്രഹത്തെ സ്നേഹിച്ചവൻ പിതാവിനെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നീട് എപ്പോഴ്? when he came into his senses. അവന് സുബോധം വന്നപ്പോൾ അവൻ ആദ്യം ഓർത്തത് പിതാവിനെയാണ്, പിതാവിൻ്റെ അനുഗ്രഹങ്ങളെയല്ല ഓർത്തത്. കാരണം ഇപ്പോൾ അവൻ തിരിച്ചു വരുന്ന പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ വേലക്കാരിൽ ഒരാളായിട്ട് എന്നെ കണ്ടാൽ മതിയെന്ന്. എനിക്ക് നിന്റെ ഭവനത്തിൽ വസിക്കണം, കാരണം ഈ ലോകത്തിൽ എനിക്ക് മറ്റാരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ചിന്തിച്ചു നോക്കിക്കേ. ഹി കെയിം ബാക്ക് ആസ് എ റിപ്പന്റഡ് മാൻ. മുമ്പേ പറഞ്ഞില്ലയോ, നിങ്ങൾ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ പോയി എൻ്റെ സ്ഥലത്തിരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അവൻ മടങ്ങി വന്ന് കുറ്റം ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെ മുമ്പിൽ നിന്നു. ഈ പിതാവ് അവനെ മറന്നായിരുന്നോ? ഇല്ല. പിതാവ് അവൻ്റെ വരവ് നോക്കിയിരിക്കുക. പിതാവിനെ നന്നായിട്ടറിയാം ഇവൻ മടങ്ങി വരുമെന്ന്. എന്തുകൊണ്ടാണ് പൈസ അയച്ചു കൊടുക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് വേലക്കാരെ വിട്ടവനെ അന്വേഷിക്കാഞ്ഞത്? കാരണം ഇവനെ പോയി പിടിച്ചോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന് പിന്നെ പോകണമെന്ന് തോന്നും. എന്തുകൊണ്ടാണ് നമ്മളെ പലരെയും കർത്താവ് ക്രഷ് ചെയ്ത് ചില ജീവിത അനുഭവങ്ങളിലൂടെ പണിതെടുക്കുന്നതെന്നറിയാമോ? ഇനി ഒരിക്കലും പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. ദൈവത്തിൽ മാത്രം ആശ്രയമായിരിക്കണം. അതുകൊണ്ടാ ഇന്നവൻ മടങ്ങി വന്ന് ഇനി ഇവനെ പിടിച്ചിറക്കി വിട്ടാലും വീട്ടിൽ നിന്ന് പോകത്തില്ല. ആര്? ഈ ധൂർത്തപുത്രൻ, ഈ പ്രോഡിഗൽ സൺ. ആരെങ്കിലും അവരോട് പറയുമെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവൻ പോകത്തില്ല. അവൻ പിതാവിനെ കാണുമ്പോഴൊക്കെ ചാടി എണീക്കും. പണ്ടോ അവനെ കാണുമ്പോൾ പിതാവ് എണീക്കണമായിരുന്നു പണ്ട്. ഇപ്പോഴങ്ങനല്ല. പിതാവ് അതിലേക്കൂടെ കാണാൻ വരികയാണെങ്കിൽ അവൻ ചാടി എണീക്കും. കാരണം എന്തെന്നറിയാമോ? എന്നോട് കരുണ തോന്നി എൻ്റെ പിതാവ്. എല്ലാം ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടു. ഈ മുഖത്ത് നോക്കി ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തെല്ലാം സംസാരിച്ചതാ, ധാർഷ്ട്യത്തോടെ, റിബല്യസ് ആയിട്ട്, മത്സരത്തോടെ. ഈ മുഖത്ത് നോക്കി ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടാണ് കതക് വലിച്ചടച്ച് ഈ മനുഷ്യന്റെ സ്വത്ത് കൊണ്ട് തന്നെ ഞാൻ പോയത്. ഇതെല്ലാം അവൻ ഓർക്കുമായിരുന്നു. ഈ അപ്പനെ കാണുമ്പോൾ ഇതെല്ലാം ക്ഷമിച്ച എൻ്റെ അപ്പൻ എന്നെ മടക്കി ഈ ഭവനത്തിലെത്തിച്ചു. ഇതിനെയാ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതാ മാനസാന്തരം ദൈവമക്കളെ. ഈ അനുഭവത്തിലേക്ക് മടങ്ങി വരുമ്പോഴാ ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹമായിട്ട് തീരുന്നത്. എല്ലാവരും ടയർഡാന്ന് തോന്നുന്നു. സ്തോത്രം. ദ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. അടുത്ത വാക്യം നോക്കിയേ. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ബെസ്റ്റ് ടൈം എപ്പോഴാണെന്നറിയാമോ? കഷ്ടത. അപ്പോൾ ഇപ്പോൾ ചിന്തിച്ച് നോക്കി, എന്തിനാണ് കഷ്ടത ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്നത്? ദൈവമുഖം അന്വേഷിക്കാനാ, കർത്താവിൻ്റെ മുഖം അന്വേഷിക്കാനാ.
നമുക്കറിയാം ഈ പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് കേട്ടല്ലോ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ. അവൻ പിതാവിനെ ഓർത്തത്, അല്ലെങ്കിൽ അവന് സുബോധം വന്നത് എപ്പോഴാണെന്നറിയാമോ? കഷ്ടതയുടെ നടുവിലാണ്. When he had nothing to eat, he was eating pig's food. അതായത് നമ്മൾ ഒരു ദിവസം ഡോഗ് ഫുഡ് ഈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു ഭക്ഷണവും കിട്ടാതെ ഒന്നുമില്ല വീട്ടിൽ, ആകെപ്പാടെ ഉള്ളത് ഡോഗിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ക്യാൻ ഫുഡ് മാത്രമേ ഉള്ളൂ. ഒന്നും കഴിക്കാനില്ലാതെ ഇഫ് യു ആർ ഫോഴ്സ്ഡ് ടു ഈറ്റ് ഡോഗ്സ് ഫുഡ്, ക്യാൻ ഫുഡ്, ആ അനുഭവമായി ഇദ്ദേഹത്തിനുണ്ടായത്. പ്രിൻസായിട്ട് ജീവിച്ച ആളാണ്. ഇപ്പം എന്തോന്നറിയാമോ? പന്നി തിന്നുന്ന ഫുഡ് അവൻ തിന്നുന്നത്. ആ കഷ്ടതയുടെ അനുഭവത്തിൽ അവൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൻ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തത്, പിതാവിനെക്കുറിച്ച് ഓർത്തത്. മാനസാന്തരം അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒന്നുമില്ലാത്തവനെ പോലെ അവൻ്റെ എല്ലാ പ്രൗഡും മാറി. മുമ്പേ പറഞ്ഞതിലൂടെ കൺവിക്ഷൻ വന്നപ്പോൾ, സുബോധം വന്നപ്പോഴാണ് ഇറ്റ് ലെഡ് ഹിം ടു ട്രൂ ഹ്യൂമിലിറ്റി. യഥാർത്ഥ താഴ്മയിലേക്ക് അവനെ കൊണ്ടുവന്നു. I tell you, my brother, my sister, pain is a blessing. Sometimes misery is a blessing. Sorrow is a blessing. നമുക്കറിയാം വേദന എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല, അല്ലേ? വേദന ഒട്ടും ഇഷ്ടമല്ല. നമുക്ക് ആർക്കും വേദന ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ മെഡിസിൻ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഇത്രയും ബില്യൺസ് ആൻഡ് ബില്യൺസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ചെറിയ വേദന വരുമ്പോൾ തന്നെ മുൻകൂർ ജാമ്യം എടുക്കും. നമ്മൾ എന്തോന്നറിയാമോ? ഒരു പനഡോളും 2 ബ്രൂഫിനും ഒക്കെ നമ്മളെടുത്ത് കഴിച്ചു കളയും. എന്തിനാണെന്നറിയാമോ? നമുക്ക് വേദന വേണ്ട. പക്ഷെ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും വേദന വരാത്ത ഒരു ശരീരം വന്ന് വെച്ചു എന്ത് പറ്റുമെന്നറിയാമോ? കാലേ കൂടെ രാണി കയറിയാൽ നമുക്കറിയാൻ പറ്റുമോ? കാലേ കൂടെ രാണി കയറിയാൽ അറിയാൻ പറ്റുമോ? ആരെങ്കിലും പുറകിൽ കൂടെ വന്ന് കത്തിയും കൊണ്ടൊരു കുത്തി അറിയാൻ പറ്റുമോ? നമ്മൾ ചിരിക്കും. എന്താ തൊട്ടത് ഒന്നുമല്ല, കത്തി കയറിയതാ. അങ്ങനത്തെ ഹതഭാഗ്യരുണ്ട്. അവരെയാണ് കുഷ്ഠരോഗികളെന്ന് വിളിക്കുന്നത്. കുഷ്ഠരോഗികളെ ലെപ്പേഴ്സിനെ അറിയാമോ? They have no sensitivity in their body, in their flesh. അവരുടെ ശരീരത്തിൽ സെൻസിറ്റിവിറ്റി ഇല്ല. അവർക്കൊന്നും തൊട്ടാൻ അറിയത്തില്ല. അവരുടെ ശരീരത്തെ സ്പർശിച്ചാൽ ആ സ്പർശന ശക്തി ഇല്ല അവർക്ക്. അതാ കുഷ്ഠരോഗം എന്ന് പറയുന്നത്. ഇപ്പൊ വേദന അറിയാത്ത ഒരു ശരീരം എന്ന് പറയുന്നത് കുഷ്ഠശരീരമാണ്. സെൻസിറ്റിവിറ്റി പോയ ശരീരമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തിനൊരു വേദന വന്നാൽ അതിൻ്റെ അർത്ഥം there is something wrong in our body. അത് ബോഡി നമ്മളോട് പറയുകയാണ് there is an ache. That means something wrong somewhere. So pain is a blessing. അന്നേരമാണ് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഓടുന്നത്, അല്ലേ? ഓരോരുത്തർക്കും 4th സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതുവരെ അവർക്ക് വേദന ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് പണ്ട് മുതലേ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ they will definitely look into that. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കുഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്നവരായിരിക്കണം. മെഡിക്കൽ സയൻസിനെ കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിൽ വേദന വന്നാലും അത് വെച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അറിയത്തില്ല എന്തോ സംഭവം. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യരുടെ ഇടയ്ക്കൊക്കെ വേദനയൊക്കെ ശരീരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസിന് പോകും, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും. എന്താ വേദന വന്നുകൊണ്ട്? അപ്പോൾ ആ വേദന ശരീരത്തിൻ്റെ അനുഗ്രഹമാണ്. വേദന പറയുകയാണ് there is something wrong in the body. ശരീരത്തിന് ചില പ്രയാസങ്ങളുണ്ടെന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുപോലൊരു വേദന കോൺഷ്യൻസിന് വരുന്നതിനാണ് പറയുന്നത് കോൺഷ്യൻസ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി കുത്ത്, കുറ്റബോധം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. ഒരു കുറ്റം ചെയ്യുമ്പോൾ കുറ്റബോധം നമുക്ക് വരുന്നില്ലെങ്കിൽ അത് അപകടമാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് കഠിന ഹൃദയമാണെന്ന് മുമ്പേ പറഞ്ഞതിലൂടെ സെൻസിറ്റിവിറ്റി ഇല്ല നമുക്ക്. ആക്ച്വലി സ്പീക്കിംഗ്, കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് വരെ എല്ലാവരുടെയും ഹൃദയം കഠിനപ്പെട്ടതാണ്. അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:26 പറയുന്നത്, നിങ്ങളുടെ കഠിനം കല്ലായിരിക്കുന്ന ഹൃദയത്തെ ഞാൻ മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ തെറ്റ് ചെയ്താൽ കുറ്റബോധം ഉണ്ടാകും നമുക്ക്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഹൃദയം നമ്മുടെ മാറണം, പുതിയൊരു ഹൃദയം നമ്മളിലേക്ക് വരണം. ദൈവം ചെയ്യുന്ന ഒരു വലിയ ശസ്ത്രക്രിയ, ഒരു സ്പിരിച്വൽ സർജറിയാണ് അത്. റിമൂവിങ് അവർ സ്റ്റോണി ഹാർട്ട് ആൻഡ് ഇംപ്ലാന്റിങ് എ ഹാർട്ട് ഓഫ് ഫ്ലഷ്. കല്ലായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം അവിടുന്ന് വെക്കുന്നു. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ സർജറി വിച്ച് നോബഡി നോസ്.
പലരും പറയുന്ന ഈ സ്പിരിച്വൽ സർജറി കഴിഞ്ഞു. ആ സ്പിരിച്വൽ സർജറിക്ക് പറയുന്നതാണ് റീബർത്ത്, റീജനറേഷൻ, വീണ്ടും ജനനം. പക്ഷെ ഇത് കഴിഞ്ഞെന്ന് പറയുന്നവരുടെ പോലും പലരുടെയും ഹൃദയം ഇപ്പോഴും കല്ല. ഞാൻ അങ്ങനൊരു കുറ്റം, അല്ലെങ്കിൽ പറയരുതാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം തോന്നത്തില്ല. നമ്മൾ ജയിച്ചെന്ന് തന്നെ ഇരിക്കും. നമുക്ക് സോറി എന്നൊരു വാക്ക് പറയാൻ പറ്റില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ, നീ ചെയ്ത് സഹോദരി. ഞാനൊന്നും ചെയ്തില്ലല്ലോ, നീ ചെയ്ത് സഹോദര. പക്ഷെ നിനക്കത് ഏറ്റു പറയാൻ പറ്റത്തില്ല. നീ ഏറ്റു പറയാതെ എങ്ങനെ ദൈവം നിന്നോട് ക്ഷമിക്കും? ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് നിർത്തുകയാണ്. ഹല്ലേലൂയ. We need to seek his face. We need to seek his face when misery comes. ഇവിടെ എഴുതിയിരിക്കുന്നു, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഇതുപോലെയുള്ള ചില മിസറിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട്, കർത്താവേ ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ മുഖം അന്വേഷിക്കുക, ഞാൻ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ മുഖം അന്വേഷിക്കുക. ഹല്ലേലൂയ. When health fails, we must seek him. When relationship breaks, we must seek him. When all our plans collapses, we must seek him. ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കാം. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, സഹോദരിമാർ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരുമ്പോൾ അവിടെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും പ്രകാരം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടാതെ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നാം ജഡത്തിൻ്റെതായിട്ടുള്ള കാർണലായിട്ടുള്ള വെപ്പൺസും അതിനുള്ള വഴികളുമെല്ലാം അന്വേഷിക്കേണ്ടത് ജഡീകമായിട്ടുള്ള വഴികൾ അന്വേഷിക്കുകയല്ല, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക. കാരണം ഇതിലൂടെയൊക്കെ ഇനി കടന്നു പോകുമ്പോൾ ദൈവം അതിൻ്റെ മധ്യത്തിലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. വി മസ്റ്റ് സീക്ക് ഹിസ് ഫേസ്. ഇവിടെ അത് പറയുന്നു, കഷ്ടതയിൽ അവർ എൻ്റെ മുഖം അന്വേഷിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ സാഡ്നെസ് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ ദൈവം അനുവദിച്ചാലും നാം ദൈവമുഖം അന്വേഷിക്കത്തില്ല, നമ്മൾ മറ്റു വഴികൾ അന്വേഷിക്കും. അതുകൊണ്ടൊരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നാം താണിരുന്ന കർത്താവിൻ്റെ മുഖം അന്വേഷിക്കാൻ 2 മിനിറ്റ്സിൽ നിന്ന് നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുമെന്നാണ്. ഏണസ്റ്റ്ലി സീക്ക് മൈ ഫേസ് എന്നാണ്. ഏണസ്റ്റ്ലി സീക്ക് മൈ ഫേസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? താഴ്മയോടെ, നോട്ട് കാഷ്വലി, ഒക്കേഷണലി, ബട്ട് ഡെസ്പറേറ്റ്ലി, തീക്ഷ്ണതയോടെ, മറ്റൊരു വഴിയുമില്ലാത്തതുപോലെ പൂർണ്ണമായി ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ അന്വേഷിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവ് ജാഗ്രതയാണ്. നമുക്ക് ഏണസ്റ്റായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഏണസ്റ്റായിട്ട് പാടാൻ പറ്റുന്നില്ല, ഏണസ്റ്റായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, ഏണസ്റ്റായിട്ട് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊക്കെ അത് സൂപ്പർഫിഷ്യലാക്കിയിരിക്കുക. കർത്താവ് പറയുക, യഥാർത്ഥമായ കർത്താവിൻ്റെ വഴികളിലൂടെ ദൈവം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ദൈവം ആ ഹെവിനെസ്, ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുവാൻ തക്കവണ്ണം, when he gives his absence in our lives, കർത്താവ് പറയുക, we must turn and seek his face earnestly. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ, കർത്താവ് മാറി നിൽക്കുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ നടത്തുമ്പോൾ, ഹല്ലേലൂയ, കർത്താവേ അങ്ങ് ദൂരെ മാറി നിൽക്കുന്നത് എന്ത് എന്ന് നാം ചോദിക്കത്തക്കവണ്ണം ചില ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മറ്റൊരു വഴിയുമല്ല അന്വേഷിക്കേണ്ടത്. നാം താണിരുന്ന് കർത്താവിൻ്റെ മുഖം മറ്റെന്നത്തേക്കാളും അധികമായി കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ അവരുടെ അടുക്കിലേക്ക് മടങ്ങി വരും. അതാണ് ശുഭകരമായ വാക്ക്. ഞാൻ അവരുടെ അടുക്കിലേക്ക് മടങ്ങി വരും. ഞാൻ അവരെ ഉയർത്തും. അവർക്ക് നഷ്ടം വന്നതൊക്കെ ഞാൻ മടക്കി കൊടുക്കും. അവരുടെ ശരീരത്തിൻ്റെ മേൽ ഞാൻ ബലം പകരും. അവരുടെ സാഹചര്യങ്ങളുടെ മേൽ ഞാൻ കൃപയറിക്കും. ഞാൻ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തും. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മൾ കുഴിയിൽ നിന്ന് ഇറങ്ങുന്നവരെ പോലല്ല, കുഴിയിൽ നിന്ന് കയറി വരുന്നവരെ പോലെ സന്തോഷത്തോടെ നമ്മൾ കടന്നു വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് കേട്ട വചനത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, അവർ തങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ്
എന്നെ അന്വേഷിക്കുവോളം ഞാൻ മടങ്ങി എൻ്റെ സ്ഥലത്ത് പോയിരിക്കും. അവർ കഷ്ടതയിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലൊന്നും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി 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 കുറവുകളുണ്ട്. നമ്മൾ പലപ്പോഴും കരുതും ഈ കുറവുകളൊക്കെ മറ്റുള്ളവരുടേതാണ്. പക്ഷേ സഹോദര സഹോദരി, മറ്റുള്ളവരുടേതല്ല കുറവുകൾ, നിൻ്റെ കുറവുകളുമുണ്ട്. നീ ചെയ്യേണ്ടത്, നീ ചെയ്യരുതാത്തത്, ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യരുതാത്തതുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ഈ വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.